വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. അബീമിസ് ആണ് മക്കളെ. നമ്മുടെ CM കിഡ്സ് എക്സാമും അതുപോലെ തന്നെ നമ്മുടെ ആനുവൽ എക്സാമും ഒക്കെ നമ്മുടെ അടുത്തെത്തി അല്ലേ. 26-ാം തീയതി ഫെബ്രുവരി 26-ാം തീയതിയാണ് നമ്മുടെ CM കിഡ്സ് എക്സാം എന്ന് പറയുന്നത്. മാത്രമല്ല ഉടനെ തന്നെ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ ആനുവൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. 4ാം ക്ലാസ്സിലെ മക്കളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ടാസ്ക് ആണ്. ബിക്കോസ് നമ്മുടെ സിലബസ് ഇപ്പൊ ചേഞ്ച് ആയിട്ടുണ്ട്. പുതിയ സിലബസിലാണ്. നമുക്ക് റെഫർ ചെയ്യാനായിട്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പോലും നമ്മുടെ കയ്യിലില്ല. മോഡൽ ക്വസ്റ്റ്യൻസേ ഉള്ളൂ. മാത്രമല്ല എക്സാമിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇനി CM കിഡ്സ് എക്സാമിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇത്തവണ നമ്മുടെ സ്കോളർഷിപ്പ് എക്സാമിന്റെ പേര് മാറി അല്ലെ. CM കിഡ്സ് LP എക്സാം സ്കോളർഷിപ്പ് എക്സാമിനേഷൻ എന്നാണ്. ഇതിനു മുമ്പ് LSS എക്സാം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പൊ പേര് തന്നെ മാറിയിട്ടുണ്ട് അല്ലെ. പേരിൽ മാത്രമല്ല ക്വസ്റ്റ്യൻ പാറ്റേണിലൊക്കെ അടിപൊളി മാറ്റങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ടെൻഷൻ അടിച്ച് ഓടുന്നുണ്ടാവും, എങ്ങനെ എഴുതണം, അല്ലാന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നുണ്ടാവും. അതൊന്നും ഇല്ല. നമുക്ക് അടിപൊളിയായിട്ട് ചെറിയ ചെറിയ ഗെയിംസിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പുതിയ പാറ്റേൺ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് പരിചയപ്പെടാം. അതിനു വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് നമ്മുടെ 4ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബാച്ച് ഉള്ളതാ. ക്ലാസ് 4-ന് ഇനിയിപ്പോൾ നിങ്ങൾ നമ്മുടെ ആനുവൽ എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ റിവിഷൻ ബാച്ച് ആയിട്ടുള്ള നമ്മുടെ പ്രാണ എൻഡ് ഗെയിം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് അവസരം ഇപ്പോഴാണ്. ബിക്കോസ് 849 റുപ്പീസിന്, അതായത് 15% ഫീസ് അളവിൽ നിങ്ങൾക്ക് ഇപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾ CM കിഡ്സ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഫ്രീ ബാച്ച് തന്നെ ഉണ്ട്. നമ്മുടെ ജ്വാല LSS ബാച്ച് ഉണ്ട്. ഈ ബാച്ചിൽ എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി തന്നെ കിട്ടും. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ ഗെയിമിലൂടെ എന്ത് ചെയ്യാം, CM കിഡ്സ് എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഗെയിംസ് കളിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. സോ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ. ഇവിടെ മിസ് ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്. ഇതിൽ ഏതോ ഒരു ലെറ്റർ മിസ്സിംഗ് ആണ്. ഇത് ഏത് ജീവിയാണെന്നുള്ളതിൻ്റെ 3 ലെറ്റർ ഇവിടെ ഉണ്ട്, ഒരെണ്ണം മിസ്സിംഗ് ആണ്. ലാസ്റ്റ് OX ഉണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് നമ്മുടെ ഫോക്സ് ആണ് അല്ലെ, കുറുക്കനാണ്. അടുത്ത് നോക്കിക്കേടാ, നക്ഷത്രങ്ങളാണ് അല്ലേ. അതിന്റെ സ്പെല്ലിങ്ങില് 4 ലെറ്റേഴ്സ് ഉള്ളതിൽ 2 എണ്ണം ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്കറിയാം STER സ്റ്റാർ. അടുത്തത് എന്താ? ഓക്കെ, നിങ്ങൾക്കിപ്പോ മനസ്സിലായിട്ടുണ്ടാവും FORK ഓർക്കാണ് അല്ലേ. അതിന്റെ തൊട്ട് താഴെയുള്ളത് നിങ്ങൾ നോക്കിക്കേ, ഇതെന്താണ്? യെസ്, CRAB ക്രാബാണ്. ഏറ്റവും ലാസ്റ്റത്തെ എന്താ? യെസ്, നമ്മുടെ സമ്മാനമാണ്, ഗിഫ്റ്റ് ആണ് അല്ലെ. GIFT ഗിഫ്റ്റ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ഗെയിം പോലെ തന്നെ പസിൽ സോൾവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഓരോ ബോക്സ് ആയിട്ട് തന്നിട്ടില്ല. ഇവിടെ ഓരോ ലെറ്റേഴ്സും മിസ്സിംഗ് ആണ്. ഇത് നമ്മുടെ കുഞ്ഞൻ ഉറുമ്പ്. ഉറുമ്പൻ എന്താ ഇംഗ്ലീഷിൽ പറയാ? ആൻറ്റ് എന്നാണ് അല്ലെ. സോ ANT ആൻറ്റ്. അതിന് തൊട്ട് താഴെ എന്തുണ്ട്? അലിഗേറ്റർ ഉണ്ട് അല്ലെ. ALLIGATOR. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് എന്താ? നമ്മുടെ വാൻ ആണ്. അതിന്റെ സ്പെല്ലിംഗ് നമ്മൾ എഴുതി VAN. അപ്പൊ ഇതുപോലെയുള്ള ഗെയിംസ് നമ്മൾ കുട്ടിക്കാലം തൊട്ട് കളിച്ചിട്ടുള്ളതാണ് അല്ലെ. അപ്പോൾ LSS എക്സാമിനും ഇതുപോലെ നമ്മുടെ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലെ കുട്ടി കുട്ടി സിമ്പിൾ ഗെയിംസ് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന സ്ക്രാമ്പിൾഡ് വേർഡ്സ് നമുക്ക് തരാം. ഇവിടെ നോക്കിക്കേടാ, ഓൺ എ പ്ലസന്റ് ഡേ the mayor of the town dashed through the park. നമ്മൾ പഠിച്ച ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടാണ് അല്ലേ. സോ ഇവിടെ ആ ഒരു വേർഡിന്റെ എന്താ പറയുക, സ്പെല്ലിങ്സ് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. പക്ഷെ അതൊരു സ്ക്രാമ്പിൾഡ് ഓർഡറിലാണ്, അതായത് ഓർഡർ തെറ്റിച്ചിട്ടാണ് തന്നിരിക്കുന്നത്. ഇത് കറക്റ്റ് ഓർഡറിലാക്കി താഴെ എഴുതണം. സോ വേർഡ് ഇവിടെ തന്നിട്ടുണ്ട്. ഓൺ എ പ്ലസന്റ് ഡേ ദ മേയർ ഓഫ് ദ ടൗൺ ഡാഷ് ത്രൂ ദ പാർക്ക്. ഏതാണ് ആ വേർഡ്? ചാപ്റ്റർ വായിച്ചവർക്ക് ഈസി ആയിട്ട് ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ഏതാണെടാ? യെസ്, സ്ട്രോൾഡ് ആണ്. STROLLED. അപ്പൊ ഇതുപോലെ നമുക്ക് ചാപ്റ്റർ അടിപൊളിയായിട്ട് അറിയാന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ പഠിച്ച വേർഡ്സിന്റെ സ്പെല്ലിങ് നന്നായിട്ട് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ് ഈ ഒരു വേർഡൊക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അല്ലെ. Wow, who made the kite fly so high? Wow, who made the kite fly so high? The mayor was dash. ആരാണ് ഇത്ര ഉയരത്തില് ഈ പട്ടം പറത്തിയത് അല്ലെ. അപ്പൊ ആ ഒരു അത്ഭുതം, ആ ഒരു മേയറിന്റെ എന്താ പറയാ, ആ ഒരു മേയറിന്റെ ആ ഒരു ആരാണെന്ന് അറിയാനായിട്ടുള്ള ആ ഒരു ആശ്ചര്യമുണ്ട്. സോ ഏതാണ് വേർഡ് എന്നുള്ളതിന്റെ വീണ്ടും
സ്പെല്ലിംഗ് ഇവിടെ തെറ്റിച്ച് തന്നിട്ടുണ്ട്. ആ വേർഡ് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മിസ്സിൻ്റെ മക്കൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇത് ഏതാണ് വേർഡ് എന്ന് അല്ലേ. അപ്പോൾ കറക്റ്റ് സ്പെല്ലിങ്ങിൽ ആ വേർഡ് എഴുതുക. ഏതാണടാ? യെസ്, ആ വേർഡ് ക്യൂരിയസ് ആണ്. സ്പെല്ലിംഗ് എന്താ? CURIOUS, ക്യൂരിയസ്. ഓക്കെ, സോ wow, who made the kite fly so high? The mayor was curious എന്നുള്ളതാണ് അതിന്റെ ആൻസർ. നമ്മൾ നേരത്തെ കളിച്ച ആ ഒരു ഗെയിമിലെ പോലെ തന്നെയാണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. The boy replied with dash. I did, Mr. Mayor. ബോയ് വളരെ എന്താ പറയാ, ഒരു അഭിമാനത്തോട് കൂടിയിട്ട് പറയാണ്, ഞാനാണോ പട്ടം പറത്തിയത് മേയറെ എന്ന് പറയാണ് അല്ലേ. സോ ആ ഒരു അഭിമാനം എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ സ്പെല്ലിംഗ് ഇവിടെയും തെറ്റിച്ചിട്ടുണ്ട് അല്ലേ. PIDER എന്ന് പറഞ്ഞ കുറച്ച് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് അവിടെ കറക്റ്റ് എക്സാക്ട്ലി വരേണ്ട വേർഡ് ഏതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഏതാണ്? അഭിമാനം. യെസ്, നമുക്കറിയാം പ്രൈഡ് ആണ്. പ്രൈഡ് എന്ന് പറയുന്ന വാക്കാണ് അഭിമാനം അല്ലെ. സോ PRIDE, പ്രൈഡ് നമ്മൾ എഴുതി. ദ ബോയ് റിപ്ലൈഡ് വിത്ത് പ്രൈഡ്, I did it, Mayor അല്ലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Then the wind dashed softly. No, it's me. ആ സമയത്ത് അല്ല ഈ കുട്ടി ഞാനാണ് മേയർ എന്ന് പറഞ്ഞപ്പോ വിൻഡ് അവിടെ നിന്ന് പറയുന്നുണ്ട് എന്താണ്? No, it's me എന്ന് പറയുന്നുണ്ട്. The wind dashed softly. നമ്മുടെ കാറ്റ് പതിയെ മന്ത്രിച്ചു എന്ന അർത്ഥം വരുന്ന ഏതോ ഒരു വേർഡിന്റെ സ്പെല്ലിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ മക്കളെ. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, ഏതാണ് ആ വേർഡ് എന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ്, whispered. Okay, whispered. The wind whispered softly. No, it's me. Last one നോക്കിക്കേടാ. The kite's tail dashed and said, wait, I too. The kite's tail dashed and said, wait, I too. അല്ലെ, ആ കൈറ്റിന്റെ ടീല് ഇങ്ങനെതാ എന്തോ ഒരു മൂവ്മെന്റ് ചെയ്തു എന്നിട്ട് പറഞ്ഞു ആ ഞാനുണ്ട്. എന്താണ് ആ വേർഡ്? അതിന്റെയും സ്പെല്ലിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ വേർഡ് ഏതാണെന്ന് നമുക്കറിയാം, ഫ്ലട്ടേഡ് ആണ് അല്ലേ. FLUTTERED, ഫ്ലട്ടേഡ്. ഓക്കെ, അപ്പൊ നമ്മളിതാ സ്ക്രാമ്പിൾഡ് വേർഡ്സിൽ നിന്ന് നമ്മൾ മീനിങ് ഫുൾ ആയിട്ടുള്ള നമ്മൾ വേർഡ്സ് ഉണ്ടാക്കി. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട് മക്കളെ. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ലൈക്ക് ചെയ്യുക. ആൻഡ് മിസ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ആനുവൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന മക്കൾക്ക് എല്ലാ ചാപ്റ്ററിൻ്റെയും റിവിഷൻ ക്ലാസ്സുകൾ എല്ലാം അടങ്ങിയിട്ടുള്ള ബാച്ചാണ്. ഇപ്പം ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു 3 ഫീസ് ഇളവ് മാത്രം, ഈ ഒരു ഫീസ് ഇളവിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീല് ജോയിൻ ചെയ്യാൻ പറ്റും. 999 ആണ് നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഫീസ്. ഇപ്പം നിങ്ങൾക്ക് 15% ഓഫ് ഉണ്ട് കേട്ടോ. സോ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. നമുക്ക് ബാച്ചിൽ കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.